അങ്ങനെ ജാനകിയുടെ ഭാവമാറ്റം കണ്ട് എല്ലാരും ആകപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ്. മുത്തശ്ശി ചോദിക്കാണ്, എന്താ ജാനകി നീ പറയുന്നേ? നമ്മുടെ തറവാട് പണ്ടു തൊട്ട് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇദ്ദേഹമായിരുന്നു മൂത്തത്. അത് മാത്രമല്ല, ഇദ്ദേഹമാണ് സമ്പാദിച്ചതും ഉണ്ടാക്കിയതുമെല്ലാം. ഇദ്ദേഹത്തിന് ശേഷം അത് അജയനെ ഏൽപ്പിച്ചു. ശേഷം ആദർശ് വളർന്ന് വലുതായി അവന് ബിസിനസ്സിൽ നല്ല താല്പര്യവും നല്ലൊരു മെച്ചപ്പെട്ടൊരു ഇതും ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, അവനെല്ലാം കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ആദർശിനെ ഏൽപ്പിച്ചത് അല്ലേ? അതുപോലെ തന്നെ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകളായി കടന്നു വന്നത് ദേവയാനിയാ. അതുകൊണ്ട് അവളെയും എല്ലാം ഏൽപ്പിച്ചു. അതാമേ ഞാൻ പറഞ്ഞത്, ഇനി ആ പരിപാടി നടക്കില്ല. ഇതൊരുമാതിരി രാജഭരണം പോലെ ഉണ്ടല്ലോ, ഒരാൾ മാറുമ്പം അവരുടെ മക്കള്, അതല്ലാതെ മറ്റാർക്കും ഇതിലൊരു അവസരം ഇല്ലല്ലോ എന്ന് ചോദിക്കാണ്. അങ്ങനെ അവസരം നോക്കാന് ഇതെന്താ രാജഭരണം വല്ലതും ആണോ എന്ന് അവിടെ ചോദിക്കണം മുത്തശ്ശി. ജാനകി പറയുന്നുണ്ട്, അതേമ്മേ എനിക്കിപ്പോ അങ്ങനെ തന്നെ തോന്നുന്നത്. ചേച്ചിയും ചേട്ടനും ആദ്യം ഭരിക്കും, അതിനുശേഷം ആദർശം അവന്റെ ഭാര്യയും, പിന്നെ അവരുടെ മക്കള്. അപ്പൊ ഞങ്ങളൊക്കെ ആരാ? അവർ അടിമകളോ എന്ന് ചോദിക്കാണ് ജാനകി. നീ എന്താ ജാനകി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിക്കണം മുത്തശ്ശി. ഞാൻ പറഞ്ഞത് കാര്യം തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് അജയൻ പറയുന്നുണ്ട്, ദേ ജാനകി മര്യാദ സംസാരിക്കണം, എന്റെ അമ്മയോടെ സംസാരിക്കുന്നേ ആ ഒരു ഓർമ്മ നിനക്ക് വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയണ്ടേ അജയേട്ടാ? ഇവിടെ എല്ലാ കാര്യം തീരുമാനിക്കുന്നത് അവനാണോ ആദർശ്? ആദർശ് ഇപ്പന്റെ മരുമോളെ വഴക്ക് പറഞ്ഞു എന്ന് പറയാണ്. ആദർശ് വഴക്ക് പറഞ്ഞെന്നോ? ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്താ മോളെ, എന്താ കാരണം എന്ന് ചോദിക്കാണ്. അമ്മയെ പറഞ്ഞത് കേട്ടില്ലേ അച്ഛാ, എന്നെ അയാൾ വഴക്ക് പറഞ്ഞു. അപ്പോഴേക്കും ദേവയാനി, എന്താടി വിളിച്ചത്? അയാളെന്നോ? അതെ, പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് ചോദിക്കാണ് ദേവയാനിയുടെ അനാമിക. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് പറയാണ്, അമ്മയെ സംഭവം ഞാൻ പറയാം. ഇവിടെ അവിടെ കട്ടിലിൽ കിടക്കായിരുന്നു നയന. ഇത്രയും ജോലികൾ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കയറി വന്ന് മുകളിലേക്ക്. ഈ സമയം അനാമിക അവളെ വിളിച്ചിട്ട് പറയാ, താഴെ പോയി ഒരു ജ്യൂസ് എടുത്തോണ്ട് വരാന്. അപ്പൊ ഞാനിത് കേട്ടു. ഞാൻ കേട്ടപ്പോൾ നയനോട് ഞാൻ ദേഷ്യപ്പെട്ടു. നയന, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അനാമിക്ക് കാലുണ്ടല്ലോ, അവൾ വേണമെങ്കിൽ തന്നെ എടുത്ത് കുടിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും നയന പറഞ്ഞത്, വേണ്ട അതിഷ്ടാ, അവള് കൊച്ചുകുട്ടിയല്ലേ, ഞാൻ പോയി കൊണ്ട് കൊടുക്കാന്ന് അവള് പറഞ്ഞത്. ഞാൻ നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞിട്ടാ അവളെ തിരിച്ചു പറഞ്ഞു വിട്ടത്. അങ്ങനെ അവള് റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ഞാന് അനാമികയുടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, എന്റെ അനിയനെ പോലാണ് എനിക്ക് അനി, അതുപോലെ തന്നെ എനിക്ക് അനാമികയും, അതുകൊണ്ട് പറയാണെന്ന് ഞാനവിടെ പ്രത്യേകം പറഞ്ഞു. ഇനി നയനനെ അടിമയെ പോലെ കാണാൻ അവളെ സമ്മതിക്കില്ലെന്നാ പറഞ്ഞത്. അവൾക്ക് സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവുമെന്നും പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ പോയിട്ട് ഒന്നുകിൽ അവിടുത്തെ ജോലിക്കാരോട് പറയുക, അല്ലെങ്കിൽ തന്നെ എടുത്തു കഴിക്കുക. ഇതാ ഞാൻ അവളോട് പറഞ്ഞത്. ഇതിലെവിടെ നമ്മെ തെറ്റെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നയനെ പറയാണ്, അതേമേ ആദർശം ഇതേ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, ഓഹോ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾക്കാണ് ഈ വീട്ടിലെ കൂടുതൽ അധികാരമെന്നും ഈ വീട്ടിലുള്ള സ്ഥാനം നിങ്ങൾക്കാണെന്നും നിങ്ങൾ അനുസരിച്ചുള്ള ബാക്കിയുള്ള ജീവിക്കാനെന്നും പറഞ്ഞില്ലേ? ആദർശ് പറയാണ്, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല കുട്ടി, ഞാൻ ഈ വീട്ടിലെ എന്റെ ഭാര്യയാണ് അവളെന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. അനന്തപുരിയിലെ ഏറ്റവും മൂത്ത കൊച്ചുമകൻ ഞാനാണെന്നും മൂർത്തി സ്റ്റോറിയുടെ ഡയറക്ടറും അതുപോലെ തന്നെ MD ഞാനാണെന്നും എന്റെ ഭാര്യയാണ് നയന, അതുകൊണ്ട് അവളെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞെന്ന് പറയാണ്. കണ്ടോ അപ്പൊ പറഞ്ഞു തന്നെയല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ദേവനി പറയാണ്, എന്താ മോളെ ഇത്? അവൻ പറഞ്ഞത് നീ ഇങ്ങനെ വളച്ചൊടിച്ച് ജാനകിയോട് പറഞ്ഞിട്ട് ഇങ്ങനെ അടിയുണ്ടാക്കുന്നതിൽ കാര്യമുണ്ടോ? ഞാൻ എപ്പോഴാണ് വലിയമ്മ അടിയുണ്ടാക്കിയത്? ഞാൻ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ജാനകി പറയാണ്, അതെ, അവളങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതൊന്നും അല്ല, അതൊക്കെ ചേച്ചിയുടെ മരുമകളാ എന്ന് പറയുന്നുണ്ട്. ദേവനി പറയുന്നുണ്ട്, എന്തായാലും ഇവളെക്കാളും ഭേദം എന്റെ മരുമകള്. ഇന്നേ വരെ ആരോടും ഇങ്ങനെ കുത്തിത്തിരിപ്പൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇവള് വന്നപ്പോ തൊട്ടെ എല്ലാവരുടെ ഇഷ്ടങ്ങൾ നോക്കി അതുപോലെ തന്നെ അവള് ജീവിക്കുന്നത്. അല്ലാതെ നിന്റെ മരുമകളെ പോലെ കയറി വന്ന ഒരാഴ്ചക്ക് മുന്നേ തന്നെ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അവളൊന്നും ശ്രമിച്ചിട്ടില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും നവിയുടെ മനസ്സിൽ എടുകൂട്ടുകയാണ്. നവി മനസ്സിലോർക്കാണ്, ഈശ്വര, എന്തായാലും സമാധാനമായി, അമ്മായിമ്മ മറുകണ്ടും ചാടിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് ഓർക്കാണ്. അപ്പോഴേക്കും നയനക്ക് ചെറിയ സന്തോഷമാകുന്നുണ്ട്, സപ്പോർട്ടീവ് സംസാരിച്ചല്ലോ. ദേവന് പറയുന്നുണ്ട്, നയനോട് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു, ഇന്നേ വരെ അവള് ഇതുപോലെ ആരോടും എതിർത്ത് സംസാരിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും വേണ്ടി അവൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലും അനാമിക്കേണ്ട ഇത്രയും അവൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവളതെല്ലാം ചെയ്തു കൊടുത്തില്ലേ? ഇവിടെ എല്ലാവരും തുണി വാഷ് ചെയ്യും, തേക്കുകയും എല്ലാ പണികളും ചെയ്യാറുണ്ട്. അവൾക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ അവൾക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരിക്കാം, അത് ക്യാഷിന്റെ കാര്യത്തിൽ മാത്രം, അല്ലാതെ മറ്റുള്ളവരുടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും അവളുടെ ക്യാരക്ടറിനും എല്ലാം അവൾക്ക് നല്ല വിലയുള്ളവൾ തന്നെയാ എന്ന് പറയുന്നുണ്ട്. അവളുടെ അഭിമാനം വിട്ടിട്ട് അവളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവൾ നോക്കാറുണ്ട്. അവളുടെ ഭർത്താവുകളെ സ്നേഹിക്കുന്ന സമയത്തും അവൾ അതുപോലെ തന്നെ അവനെ കെയർ ചെയ്യുന്നത്. അതുപോലെ അല്ലാതെ നിന്റെ മരുമകളെ പോലെ കൂട്ടത്തിലേക്കല്ലായിരുന്നു അവളുടെ പണി. നീ ചേച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലെ എന്റെ അനാമികയെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ, പിന്നെ എന്റെ സ്വഭാവം മാറും. ദിവ്യാനി ചോദിക്കാണ്, നീ ആരുടെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്? എന്നോടോ? ഞാൻ നിന്റെ ചേച്ചിയാ, അത് ഓർമ്മ വേണം. ചേച്ചിയൊക്കെ പണ്ട് ഈ വീട്ടിലെ 2 മരുമക്കളെ നമ്മൾ രണ്ടുപേരും, അത്രേ ഉള്ളൂ, അതിൽ കവിഞ്ഞ ഒന്നുമില്ല എന്ന് ജാനകി പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കാണ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇത്രയും കാലമായി 10-35 വർഷമായി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്
ഇതുവരെ നിങ്ങളുടെ അടി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരു വീട്ടിൽ വന്ന ചേച്ചിനും അനിയത്തിനും പോലെ എന്റെ സ്നേഹമാണ് നിങ്ങൾ നമ്മളിപ്പോ എന്താ പറ്റിയേ, എന്താ മക്കളെ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും ദേവേനെ പറയാണ്, അമ്മേ ഇത്രയും കാലം ഞാൻ പറഞ്ഞിരുന്നല്ലോ, നയനയും നവിയും വന്നതിന് ശേഷമാണ് ഈ വീട് ഒരു നരകമായി മാറിയെന്നും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്നും. പക്ഷെ അങ്ങനൊന്നും അല്ലമ്മേ, ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നാലും പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് ഞങ്ങളാ, ഞാനും ജലജയും. ഞങ്ങളാ അവരെ ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയതും അവരെ വേദനിപ്പിച്ചതും ഒക്കെ. പക്ഷെ ഇപ്പൊ അതിനൊക്കെ എനിക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ട്. ദാ ഇവിടെ വന്നു കയറി ഒരാഴ്ച പോലും ആയില്ലല്ലോ, അതിനു മുമ്പ് ഇവളുടെ സ്വഭാവം കണ്ടില്ലേ. എന്നെയും ഞാൻ ഇത്രയും കാലം കൂടുതൽ സ്നേഹിച്ചെന്ന എന്റെ അനിയത്തിനെയും കൂടെ തമ്മിൽ തെറ്റിച്ചെന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി പറയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയാം ചേച്ചിയോട്, അനാമികയെ കുറിച്ചൊന്നും പറയാൻ പാടില്ലെന്ന് പറയാണ്. എങ്ങനെ പറയാതിരിക്കും ജാനകി? ഇത്രയും കാലം നമ്മൾ തമ്മിൽ എന്ത് സ്നേഹമായിരുന്നു, അതെല്ലാം ഒറ്റ നിമിഷം കൂടെ തകർത്തെറിഞ്ഞില്ലേ ഇവളെന്ന് പറയാണ്. അനാമിക പറയാണ്, ദേ വല്യമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ അമ്മയുടെ കൂട്ടിത്തല്ലിക്കാനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ആദിശേട്ടൻ എന്ത് പറഞ്ഞു അത് ഞാൻ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇത്രയും നേരം വല്യമ്മ തന്നെ പറയായിരുന്നല്ലോ, ആ മരുമോളല്ല ഞാനാ സ്വന്തം മരുമകളെന്ന്. ഇപ്പൊ എന്ത് പറ്റി അങ്ങോട്ട് ചാടിയത്? അതോ എന്താ ചാടിയെന്നോ? നിന്നേക്കാളും മഹത്വമുണ്ട് എന്റെ മരുമകൾക്കെന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ ചേച്ചിക്കും. അവളുടെ ചേച്ചിച്ചിട്ട് എടുത്തുകാട്ടക്കാരിയാണെന്നേ ഉള്ളൂ, അല്ലാതെ അവൾക്ക് നിന്നെ കൂടി സ്വഭാവമൊന്നും ഇല്ല. ഇതുപോലെ തമ്മിൽ തല്ലിക്കലോ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കലോ ഒന്നും അവക്കുമില്ല. ആ രണ്ട് മരുമക്കളും ഈ വീടിന്റെ അനുഗ്രഹം തന്നെയാ എന്ന് പറയുന്നുണ്ട്. കുറച്ച് ക്യാഷിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ അവർക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്റെ മരുമകളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ എന്റെ അസൂയ കൊണ്ട് ഞാനൊന്ന് തുറന്നു പറഞ്ഞത് മാത്രമാ. അവളെപ്പോലെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ ഈ ലോകത്ത് ആർക്കും കിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാ. എന്റെ അമ്മായച്ചനും എന്റെ ഭർത്താവും എന്റെ മകനും അത് പലതോളം എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനൊന്നും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അത് എന്റെ ഈഗോ കൊണ്ടാ, അല്ലാതെ എനിക്ക് അവളെ ഇഷ്ടമായിട്ടല്ല. പക്ഷെ നീ വന്ന് കയറിയതോടെ എനിക്കെല്ലാം മനസ്സിലായി. നീ വന്ന് കയറിയതോടെയാ എന്റെ മരുമകളുടെ പ്രാധാന്യം എന്താണെന്നും അവളുടെ വില എന്നൊക്കെ മനസ്സിലായത്. നിന്നെപ്പോലെ ഒരുത്തിയെ ആണല്ലോ അനിയുടെ തല്ലിൽ കിട്ടിവെച്ചെന്നൊക്കെ അവള് പറയാണ് ദേവയാനി. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, മതി മതി നിർത്ത്, എന്താ ഇത് ഇത്രയും വലിയ തറവാട്ടില് ഇമ്മാതിരി അടി ആരിലൊക്കെ അറിഞ്ഞ ഇനി നാണക്കേടായിരിക്കും. മുത്തശ്ശി പറയാണ്, അതെ, ആരെങ്കിലും പുറത്തറിഞ്ഞ പിന്നെ നാണം കിട്ട് പുറത്തോട്ട് ഇറങ്ങാത്ത അവസ്ഥയാ. വന്ന മരുമക്കളും നിന്ന മരുമക്കളും എല്ലാം കണക്കാ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാവരുടെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടിൽ പണ്ടുമായിട്ട് തുടർന്നു വന്ന ഒരു സമ്പ്രദായമാണ് ഏറ്റവും മൂത്ത മക്കളും മരുമക്കളും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കാന്നുള്ളത്. അത് മാറ്റം വരുന്നവർക്ക് മാറ്റം വരുത്താം. പക്ഷെങ്കിൽ ദേവേനി ആർക്കാണോ ഈ വീടിന് താക്കോൽ നൽകുന്നത് അവൾക്ക് മാത്രമേ അതിന് അവകാശം ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ആദർശിനേക്കാളും മികച്ച രീതിയിൽ അനി പെർഫോം ചെയ്താൽ തീർച്ചയായും MD സ്ഥാനം അത് അനിക്കായിരിക്കും. അതിന് അവന്റെ കഴിവും അവന്റെ പ്രാവീണ്യവും ഒക്കെ അവൻ തെളിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കമ്പനിയിലെ കാര്യങ്ങളൊന്നും മറ്റാരും ഏൽപ്പിക്കാൻ പോണില്ല. ആരാണോ കൂടുതൽ മെച്ചപ്പെട്ട ജോലി ചെയ്യുക, ജോലിയിൽ ആത്മാർത്ഥ ആർക്കാണോ, ബിസിനസ് പ്രോഫിറ്റ് ആർക്കാണോ അയാളെ മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുക. MD സ്ഥാനം അങ്ങനെ കൊടുക്കാറ്. പക്ഷെ വീട്ടിലെ അവസ്ഥ അങ്ങനല്ല. വീടിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന എപ്പോഴും മൂത്ത മരുമക്കൾ തന്നെയായിരിക്കും എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ജാനകി പറയാണ്, ഇതിനെല്ലാം ഞാൻ അവസാനം വരുത്തും, എല്ലാവരും കണ്ടോ എന്ന് പറഞ്ഞിട്ട് ജാനകി ബാമോളെന്ന് പറഞ്ഞിട്ട് അനാമികയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ആകെപ്പാട് സ്തബ്ധരായിട്ട് നിൽക്കാണ് കേട്ടോ. ഇതിന് ബാക്കി അടുത്ത പാട്ടിൽ പറയാവേ.